പത്തനംതിട്ട അടൂരിലേത് വാഹനാപകടമല്ല, കാർ ഓടിച്ചു കയറ്റിയതെന്ന് പ്രാഥമിക വിവരം. കാറിനുള്ളിൽ മൽപ്പിടുത്തം നടന്നതായും ദൃക്സാക്ഷികൾ. മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഹാഷിമിന്റെ പിതാവ്. കേരളത്തോട് കേന്ദ്രത്തിന്റെ അവഗണന. നടപ്പ് വർഷത്തെ GST നഷ്ടപരിഹാരം നൽകിയത് 738 കോടി രൂപ മാത്രം. ഏറ്റവും കൂടുതൽ വിഹിതം ഗുജറാത്തിന്. സംസ്ഥാന സർക്കാരിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രേഖകൾ. കേരള വിഷൻ ന്യൂസ്. പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരം വികൃതമാക്കിയതിൽ അന്വേഷണം ഊർജിതം. ഒഴിച്ചത് ശീതളപാനീയത്തിന് സമാനമായ ദ്രാവകമെന്ന് പ്രാഥമിക നിഗമനം. ലാബ് പരിശോധനാ ഫലം ഉടൻ പുറത്തുവരും. രാഷ്ട്രീയ ഗൂഢാലോചന തള്ളാതെ പോലീസ്. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 1.5 ലക്ഷം കടന്നു. ഒരു പവൻ സ്വർണത്തിന് 1040 കൂടി 50,400 രൂപ. കൊലക്കേസിൽ പ്രതി മുജീബിന്റെ ഭാര്യ അറസ്റ്റിൽ. റൌഫീനയുടെ അറസ്റ്റ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് അനുവിന്റെ സ്വർണം വിറ്റ് കിട്ടിയ പണം പോലീസ് കണ്ടെടുത്തു. ക്രിസ്തുവിന്റെ കുരിശുമരണ ഓർമ്മയിൽ ദുഃഖവെള്ളി. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും. മലയാറ്റൂർ മല ചവിട്ടാൻ ആയിരങ്ങൾ. മണിപ്പൂരും പൗരത്വവും പരാമർശിച്ച് ലത്തീൻ അതിരൂപത. ഒരു പൗരനെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമെന്ന് മാർ തോമസ് തറയിൽ.